കണ്ണൂരിൽ മറ്റൊരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ ജീവൻ പൊലിഞ്ഞ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായെന്ന് കണ്ണൂർ ജില്ലാ കളക്ടർ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും കളക്ടർ പറഞ്ഞു. എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഫ്രീസർ സൗകര്യമുള്ള സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പണം തടസ്സമായിരുന്നില്ലെന്നും കളക്ടർ പറഞ്ഞു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇത് വെറും ആരോപണമല്ല, അത് കളക്ടർക്ക് തന്നെ സമ്മതിക്കേണ്ടി വന്നിരിക്കുന്നു. പണത്തിൻ്റെ തടസ്സം ഉണ്ടായിരുന്നില്ല, വലിയ വീഴ്ചയാണ് വന്നിരിക്കുന്നത്. ഒരാളുടെ ജീവൻ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ജീവൻ പൊലിഞ്ഞുപോയ രാജേഷിനോട് കാട്ടിയ ക്രൂരതയ്ക്ക് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാകുന്നതിൽ എന്താണ് കളക്ടർ പറഞ്ഞത്? സിജു, ഈ സംസ്ഥാനത്തുടനീളം ഈ മഴയും വെള്ളപ്പൊക്കവുമായെല്ലാം ബന്ധപ്പെട്ട് സർക്കാർ അനാസ്ഥയുടെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും ഖേദകരമായ ഒരു സംഭവമാണ് കണ്ണൂരിൽ ഉണ്ടായത്. കണ്ണൂരിൽ ഈ ഒഴുക്കിൽപ്പെട്ട മലവെള്ളപ്പാച്ചിലിൽപ്പെട്ട ആളെ രക്ഷിക്കുന്നതിനിടെ സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി നൽകി രക്ഷിക്കുന്നതിനിടെ മരണപ്പെട്ട തിരുവനന്തപുരം സ്വദേശി രാജേഷിന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടി എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. രാജേഷിന്റെ മൃതദേഹം കണ്ണൂരിൽ നിന്നും ഫ്രീസർ ഇല്ലാത്ത ആംബുലൻസിൽ ആണ് കയറ്റിവിട്ടത്. മൃതദേഹം കോഴിക്കോട് കഴിഞ്ഞ് തൃശ്ശൂരിൽ എത്താറാകുമ്പോഴേക്കും മൃതദേഹം അഴുകി ദുർഗന്ധം വമിക്കാൻ തുടങ്ങുകയും അതിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും പിന്നീട് അവിടെ നിന്നുമാണ് ഈ ഫ്രീസറുള്ള ആംബുലൻസിൽ കയറ്റി മൃതദേഹം കൊണ്ടുപോയത്. ബന്ധുക്കൾ കണ്ണൂരിൽ നിന്നും പുറപ്പെടുന്ന സമയത്ത് നിരവധി തവണ ഫ്രീസർ സംവിധാനം ഒരുക്കണം എന്ന് ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിരുന്നു. പയ്യന്നൂർ MLA വി കുഞ്ഞികൃഷ്ണനോട് തുടർച്ചയായി ഇത് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ MLAയോട് പറഞ്ഞിട്ടും ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടും ഒന്നും ഈ ഫ്രീസറുള്ള ആംബുലൻസ് ലഭിച്ചില്ല. സാധാരണ ആംബുലൻസിലാണ് മൃതദേഹം കൊണ്ടുപോയത്. ഈ മൃതദേഹം എന്ന് പറയുന്നത് തന്നെ 2 ദിവസത്തിന് ശേഷം, ഒഴുക്കിൽപ്പെട്ട് 2 ദിവസത്തിന് ശേഷമാണ് പുഴയിൽ നിന്ന് കണ്ടെത്തിയത്. ആ മോശം അവസ്ഥയിലുള്ള മൃതദേഹത്തെയാണ് ഫ്രീസറിൽ അയക്കാതെ അതിനോട് അനാദരവ് കാട്ടിക്കൊണ്ട് കണ്ണൂരിൽ നിന്നും പറഞ്ഞുവിട്ടത്. വലിയ വിവാദമായതോടുകൂടി മുഖം രക്ഷിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഇപ്പോൾ അന്വേഷണം ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ കളക്ടർ ADM-നെയാണ് അന്വേഷണ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും പുതിയ കാര്യം, കളക്ടർ തന്നെ ഈ വീഴ്ച തുറന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ മൃതദേഹം കൊണ്ടുപോയതിൽ അനാദരവ് കാട്ടിയതിൽ വീഴ്ചയുണ്ടായി എന്ന് കളക്ടർ മാധ്യമങ്ങൾക്ക് മുൻപാകെ തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഈ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. അതിന് ADM-ന്റെ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് മന്ത്രിക്ക് കൈമാറി തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് കണ്ണൂർ ജില്ലാ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്.